ഹലോ, ഇന്ന് ഓണത്തിന് എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങാം എന്നുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് വണ്ണാണിത്. ഞാൻ കുറേ മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതുപോലെ തന്നെ സൺസ്ക്രീനും ഞാൻ ഇതിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ആയിരിക്കും ചേരുന്നത്. എനിക്കിപ്പോൾ ചേരുന്നത് ബാക്കിയുള്ളവർക്ക് ചേരണമെന്നില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ സൺസ്ക്രീനൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കളർ കറക്റ്ററാണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് മാഴ്സിൻ്റെ കൺസീലർ പല്ലറ്റാണ്. അതിൽ നിന്ന് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ കൺസീലർ ഇട്ട് കൊടുക്കേണ്ടുള്ളത്. അത് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന സെയിം കൺസീലർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ്. അതെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്താണ് കേട്ടോ കൊടുക്കേണ്ടുള്ളത്. കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അടുത്തത് നമ്മൾ സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബ്രൗണും ബ്ലാക്കും 2 ഷെയ്ഡ് അതിനകത്ത് അവൈലബിൾ ആണ്. അതിൽ ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണ് ഐബ്രോസ് ഫില്ലിങ്. അതുപോലെ നമ്മുടെ ഫേസിന് തന്നെ ഭയങ്കര ഒരു ചേഞ്ച് നമ്മുടെ ഐബ്രോസിന് കൊണ്ടുവരാൻ പറ്റും. അത് കണക്ക് നമ്മൾ 2 ഐബ്രോസ് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു റെഡ് ഐ ഷാഡോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പിന്നീട് തോന്നി റെഡ് വേണ്ടായിരുന്നു, ഗ്രീനും ഗോൾഡും കൂടെ ചേർന്നിട്ടുള്ള അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നേനെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ 2 കണ്ണിലും ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ കാജലാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് കാജലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ പണ്ട് മുതലേ ലാക്മിയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്മഡ്ജ് പ്രൂഫൊന്നും അല്ല, പക്ഷേ നല്ല ഭംഗിയാണ്. ലോങ് ലാസ്റ്റിങ് അത്രയും മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, എന്നാലും എനിക്ക് ഈ കാജൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐലൈനറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഐലൈനറാണ്. നമ്മളിപ്പോൾ ഐലൈനർ വരയ്ക്കുകയാണെങ്കിൽ നമ്മളിതുപോലൊരു മിറർ താഴേക്ക് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല ലെവലിന് ഐലൈനർ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഐലൈനറാണ് വരച്ച് കൊടുക്കുന്നത്. ഞാൻ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മറന്നുപോയി, ലെൻസ് വെക്കാൻ മറന്നുപോയി ഗൈസ്. അതും കണ്ണെഴുതിയതിന് ശേഷം ലെൻസ് വെക്കുന്നതെന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ്. എന്നിട്ട് ഞാൻ വെച്ചു, പക്ഷേ ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാജലൊന്നും സ്മഡ്ജ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിൽ എൻ്റെ പുത്രൻ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത് മസ്കാര യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മേബ്ലിൻ്റെ ആണ് കേട്ടോ. ഇത് നല്ലൊരു മസ്കാരയാണ്, പക്ഷേ ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബ്ലഷാണ്. ഞാൻ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികമായിട്ട് ബ്ലഷ് ഇടുന്നത് കേട്ടോ. നമ്മൾ ക്യാമറയിൽ കുറച്ച് ലൈറ്റായിട്ട് കാണിക്കാറുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചധികം ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഇട്ട് കൊടുക്കുക. അടുത്തത് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തെറിച്ചിരിക്കുന്നൊരു കളർ നോക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ 030 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്.
ഇനി നമ്മൾ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും യൂഷ്വലി ചെയ്യാറുള്ള ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്, ഇങ്ങനെ പിരിച്ച് പിരിച്ച് വെച്ച് കൊടുക്കുന്ന. അതാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ മുല്ലപ്പൂ അല്ല തലയിലിരിക്കുന്നത്. ഇപ്പോൾ ചിങ്ങാൻ തുടങ്ങിയതുകൊണ്ട് പൂവിനൊക്കെ നല്ല വിലയായതുകൊണ്ട് ഞാൻ തൽക്കാലം പ്ലാസ്റ്റിക് പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നീട് ഈ ഒരു ജുംക്ക ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വലിയൊരു ജുംക്ക തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം.